ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വികാരവിക്ഷോഭിതനായിട്ടാണ് പെരുമാറിയതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇന്ന് പോകുന്ന റീലുകളും എല്ലാം അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടുള്ളതുമാണ്. ആ ട്രോളലിനും അപ്പുറം ഇവിടെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, എല്ലാവരും പറയുന്നത് പോലെ ഹെലികോപ്റ്റർ യാത്രയാണ് പ്രശ്നമായിട്ടുള്ളത് എന്ന് പറയുന്നു. രണ്ട്, അദ്ദേഹം ഇതിനു ശേഷം എവിടെ പോയി, എന്തിനെല്ലാം പോയി, വിരുന്നുണ്ണാൻ പോയി എന്നുള്ള ആക്ഷേപം വരെ വന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചതാണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലായിരുന്നു സത്യത്തിൽ പ്രശ്നം. ആ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചത്. ഇതിനിടയിൽ അദ്ദേഹം തന്നെ കൊണ്ടിട്ട ഒരു കാര്യമുണ്ട് സർ. അദ്ദേഹം ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വന്നത് വിജയ്, തമിഴ്നാട് CM ആയിട്ടുള്ള വിജയിനെ കണ്ടതിന് ശേഷമാണ് അവർ ഇവിടെ വന്നത് എന്നതുകൂടി അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് എവിടെ വെച്ച് നടത്തി? അത് നിങ്ങളോട് പറയില്ല. കാരണം മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവരെ മുടക്കി അയക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. സത്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്രയും മ്ലേച്ഛന്മാരാണോ? ഇത് ഈ നമ്മുടെ ദുരന്തം 2018 ഫ്ലഡ് ഉണ്ടായല്ലോ. ആ ഫ്ലഡിന്റെ സമയത്ത് അപ്പോഴാണ് മലയാളിയിലെ ഒരു മനുഷ്യൻ ഉണർന്നത്. മനസ്സിലായി? കാരണം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇവിടെ ഈ ഇപ്പോഴും കേരളത്തില് ഉടുപ്പ് ധരിക്കാതെ, ഇപ്പൊ പാലക്കാട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണാം, ഉടുപ്പ് ധരിക്കാതെ ഒരു തോർത്ത് മാത്രം ഇട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ള സ്ഥലമാണ്. ഇന്ത്യയിൽ വേറെ ഒന്നും പറ്റില്ല സ്ഥലം. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 2ഉം 3ഉം അലമാരകൾ തന്നെ എത്ര ചെറിയ വീടുകളാണെങ്കിലും കാണും. കാര്യം വിന്ററിൽ ഇടാനായിട്ട്, വേനലിൽ ഇടാനായിട്ട്, അല്ലാത്ത സമയത്ത് ഇടാനായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരേ കുപ്പായങ്ങൾ തന്നെ, ഒരേ രീതിയിലുള്ള കുപ്പായങ്ങൾ 12 മാസം ഉപയോഗിക്കും. എന്ന് വെച്ചാൽ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥ. ഇടയ്ക്ക് ചൂടൊക്കെ ഉണ്ടാവും, ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും വളരെ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയാണ്. ഇഷ്ടം പോലെ ഈ നമ്മൾ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും നമ്മുടെ വായു ഈ പറഞ്ഞ പരിസരം മുഴുവൻ വേസ്റ്റ് ഉണ്ടാക്കിയിട്ടും നശിപ്പിച്ചിട്ടും വെള്ളം കെട്ടിക്കിടക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് പോലും ഇപ്പോഴും നമുക്ക് നല്ല ശുദ്ധമായ വായുവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ പിന്നെ നമ്മളിവിടെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അമിത ഭക്ഷണം കൊണ്ട് മരിക്കുന്ന ഒരു സ്ഥലവുമാണ് കേരളം, അല്ലേ? ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ അമിത ഭക്ഷണം നമ്മൾ കുത്തിക്കയറ്റി മനുഷ്യന്റെ ഈ ബോഡിക്ക് താങ്ങാനാവാത്ത ഭക്ഷണം എല്ലാം അടിച്ചു കയറ്റിയിട്ട് എല്ലാ വൈറ്റൽ ഓർഗൻസിനും കേടുവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഊർജം നമ്മൾ ചെലവഴിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിവാദങ്ങളും ചർച്ച ചെയ്തിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം മുഖ്യമന്ത്രിയുടെ ഈ ഹെലികോപ്റ്ററിൽ അവിടെ പോകും. അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ പൊന്നാനിയിൽ പോയിട്ട് സുഹൃത്തിന്റെ ഹരിദാസിന്റെ വീട്ടിൽ പോയിട്ട് തൊട്ടടുത്ത വീട്ടിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ കേരളത്തിൽ ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അവിടെ പോയത് തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔചിത്യം ആണ് എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത്. അപ്പൊ അവിടെ റവന്യൂ മന്ത്രി അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് മുഖ്യമായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ വടക്കൻ ജില്ലകളിലും ചിലതുണ്ടായിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എവിടെ നിന്നുള്ളതും കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ അദ്ദേഹം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, തൊട്ടടുത്ത വീട്ടിൽ ഭക്ഷണം കഴിച്ചു, 3 മണിക്ക് ഭക്ഷണം കഴിച്ചു കൂടെ. അപ്പൊ ഒരു മുഖ്യമന്ത്രി ഒരു വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ, ഇപ്പൊ പിണറായി വിജയനാണെങ്കിലും ആരാണെങ്കിലും സ്വാഭാവികമായിട്ടും ആ വീട്ടുകാര് ഇപ്പോ വി.ഡി. സതീശൻ വരികയാണെന്നുണ്ടെങ്കിൽ ആരും അറിയത്തൊന്നും. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു വീട്ടിലേക്ക് വരുന്ന പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ബന്ധുക്കളും വീട്ടുകാരും പരിസരക്കാരും ഒക്കെ കൂടും. അപ്പൊ കൂടുന്നവർക്കും സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു ഭക്ഷണം കഴിപ്പ്, ഒരു ഉച്ചഭക്ഷണം കഴിക്കലായി വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം. പിന്നെ ഇത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ സംഗതി, ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ സംഗതി പറഞ്ഞതുപോലെ 1 രൂപ പോലും ചെലവായില്ലെന്നുള്ളത് സത്യമാണ്. അത് മുൻ മന്ത്രി പി രാജീവിന് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സതീശൻ നടത്തുന്ന പ്രസ്താവന മുൻകൂട്ടി രാജീവ് നടത്തിയുണ്ടായി. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിത് കോൺട്രവേഴ്സി ആക്കി വളരെ ഗുരുതരമായിട്ട് നടക്കാം. മറിച്ച് ഇപ്പൊ നമ്മൾ ഈ കേരളം കടന്നു പോകുന്ന ഫ്ലഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ തീവ്രതയോടുകൂടി ഈ ഫ്ലഡ് എങ്ങനെ ഉണ്ടായി, ഇനി എങ്ങനെ ഉണ്ടാകാതിരിക്കാം, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു,
ഇത് സാധാരണ ജനങ്ങൾ ഇത് അറിയേണ്ട ആവശ്യങ്ങളിലേക്ക് കൊണ്ടേ കൊണ്ടുപോകും. ഇവിടെ നമ്മുടെ പ്രയോറിറ്റിയുടെ പ്രശ്നങ്ങളാണ്. ഇവിടെ നമ്മൾ ഈ വി ഡി സതീശന്റെ ഈ ഈ ഈ സദ്യ കഴിച്ചതും അല്ലെങ്കിൽ ഉം. അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം വിരുന്നുണ്ട്. വിരുന്നുണ്ടതും അതല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ പോയതൊക്കെ അതിന്റെ പിന്നിലൊക്കെ നമ്മൾ കാണുന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറ്റാക്കിന്റെ ഭാഗങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. സർ, പക്ഷേ സാർ നേരത്തെ പറഞ്ഞ ഒരു ഉം. കാര്യമുണ്ട്. ഉം. എല്ലാവരും ഭക്ഷണം കഴിച്ചതിനുമല്ല പറഞ്ഞത്. കേരളം മുഴുവൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഉം. ഫ്ലഡ് നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉം. ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഉം. ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നതും, ഉം. അദ്ദേഹം മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതും, ഭക്ഷണം കഴിച്ചതുമല്ല, ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇത് ചെയ്തതാണ് ഈ വിഷയമായിട്ട് എല്ലാവരും ചോദിക്കുക. അപ്പൊ അവിടെയാണ് സാറ് പറഞ്ഞ ഒരു ഔചിത്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? റവന്യൂ മന്ത്രിയുടെ ജോലി എന്താ പിന്നെ? റവന്യൂ മന്ത്രിയല്ലേ ഇത് കോർഡിനേറ്റ് ചെയ്യണ്ടേ? അല്ലെ? റവന്യൂ മന്ത്രിക്ക് ഒപ്പം നിൽക്കേണ്ടതല്ലേ റവന്യൂ സിഎം? അതാ ഞാൻ പറഞ്ഞത്, റവന്യൂ മന്ത്രിക്ക് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അധികാരം അല്ലെ, മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ചുമതലപ്പെടുത്തുന്നു. അവിടെ കോർഡിനേഷൻ റവന്യൂ മന്ത്രിയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങൾ റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അത് അങ്ങോട്ട് എസ്കലേറ്റ് ചെയ്യണം. എസ്കലേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഡെഫിഷ്യൻസി വരിക. സർ, പക്ഷെ അദ്ദേഹം മറിച്ച് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഉം. അത് ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ കാണാൻ പോയി. ഉം. ഓക്കെ, അത് കാണേണ്ടതാണ്. ഉം. പിന്നീട് അദ്ദേഹം ദേശത്തെ വീട്ടിൽ പോയി എന്നാണ് പറയുന്നത്. ഉം. പക്ഷേ ഭാര്യ പിതാവിനെ കാണാൻ പോയത് പോലും പോലീസ് റെക്കോർഡിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ഉം. അതിനുശേഷം അദ്ദേഹം വന്നിരുന്നു പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിരുന്നു എന്നാണ്. അതെ. സത്യത്തിൽ ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടത് ഒരു ഇൻവെസ്റ്റേഴ്സിനെ അവിടെ വീട്ടിലേക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അനുവദിക്കാതിരുന്നിട്ട് പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ അത്തരത്തിലൊരു കാര്യം, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം അവിടെ പറയുന്നത്? അല്ല, അപ്പൊ അവിടെയാണ് അദ്ദേഹം ഈ പോയി വിരുന്നുണ്ടതോ ഇതൊന്നും അല്ലല്ലോ. ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളൊരു കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ ആ കുടുംബനാഥൻ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഇനി കുടുംബനാഥയാണെന്ന് വിചാരിക്കുക. പക്ഷെ അവരാണ് ആ വീട് ലീഡ് ചെയ്യുന്നതെങ്കിൽ അവര് മുന്നിൽ നിൽക്കുമ്പോൾ ബാക്കി പുറകിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ പല ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും പല കാര്യങ്ങളും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയണം. അപ്പൊ അവിടെയൊക്കെ നേരിട്ട് പോണമെന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത് ഒരു സാധാരണ ജനതയുടെ ചോദ്യമല്ലേ സർ? അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. പിന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിമാര് അത്യാവശ്യമുള്ളവർ മാത്രമേ അങ്ങോട്ട് പോകാനും പാടുള്ളൂ. ഇപ്പൊ ഈ പ്രളയം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരുടെയും മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധ എന്തായിരിക്കും? പ്രളയബാധിതരുടെ ആവശ്യങ്ങൾ നോക്കുന്നതായിരിക്കുമോ, അതോ മുഖ്യമന്ത്രിയുടെ പിന്നെ സുരക്ഷയും അദ്ദേഹത്തിന്റെ സാന്നിധ്യവുമായിരിക്കും അവരുടെ പ്രാമുഖ്യം വരുന്നത്? ശരി. അപ്പോ അങ്ങനെയെങ്കിൽ സർ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ? ഉം. അപ്പൊ അദ്ദേഹം വിരുന്നുണ്ണാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സുരക്ഷ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവിടെ നിന്നിരുന്ന ഡിജിപി ഉൾപ്പെടെയുള്ളവരാണ്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഇവർക്ക് പോകാമായിരുന്നില്ലേ? അദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ടല്ലേ അല്ല, അവരുടെ ഞാൻ പറഞ്ഞത് ചുമതലയും മാറ്റുന്നത്? ഇതിനകത്ത് ഔചിത്യത്തിന്റെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാറി. പക്ഷെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ലേ. ഉം. അപ്പൊ ഈ പറഞ്ഞ പ്രളയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രളയത്തിന്റെ കാര്യം നോക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം റവന്യൂ മന്ത്രി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉം. പ്രളയത്തിന്റെ ഈ പറഞ്ഞ പോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല, അല്ലെ? ഉം. പിന്നെ ഞാൻ പറഞ്ഞത്, ഇത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആക്കി നമ്മളിതിനെ മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വളരെ മോശപ്പെട്ട ഒരു പല പല ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് പോയി എന്ന് പറയുന്നു. അത് വസ്തുതാവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ എത്ര മോശം. അത് എനിക്ക് അദ്ദേഹം എനിക്ക് തന്നെ ഉറപ്പില്ല. പറഞ്ഞതാണ്. എനിക്ക് ഉറപ്പില്ല. അത് അദ്ദേഹം പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. ഉം. ആദ്യം പോയി കൊച്ചിയിലേക്ക് വന്നു, കാലാവസ്ഥ മോശമാണ് തിരിച്ചു പോയി, രണ്ടാമത് വന്നു, അല്ലെ? ഉം. വന്നു കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉം. അപ്പൊ അത് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതെ. അത് വെളിപ്പെടുത്തിയാൽ അതും മാധ്യമപ്രവർത്തകരെ പഴിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ അത് മുടക്കും എന്നുള്ള രീതിയിലാണ് മുടക്കും എന്നുള്ളതല്ല, ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഇപ്പൊ ആരാണ് ഇപ്പൊ മീറ്റ് ചെയ്താൻ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് തന്നെ ഞാനൊരു ചെറിയ സംശയം ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ടാറ്റ 10,000 കോടി രൂപ ചെലവഴിക്കുന്നു പറഞ്ഞു. ഉം. ഏതാ കപ്പൽ നിർമ്മാണശാലയിലേക്ക് ടാറ്റ, അത് ബ്ലൂംബർഗിന് നൽകിയ ഇന്റർവ്യൂലാണ് പറഞ്ഞത്.
അപ്പോ വി.ഡി. സതീശന്റെ ഞാൻ അദ്ദേഹം എല്ലാം എപ്പോഴും പറയാറുള്ളത് ഞാൻ പഠിച്ചിട്ടേ പറയാറുള്ളൂ എന്നാ പറയുന്നത്. ഉം. അപ്പൊ അത് ഒരു എങ്ങനെ ഈ 10,000 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നു എനിക്കറിയില്ല. പക്ഷെ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ടാറ്റയുടെ പിന്നീട് പ്രതികരണം വന്നിട്ടില്ല എന്ന് പറയുന്നു അല്ലെ? അതെ. എന്നാൽ അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ആ, പിന്നെ പ്രതികരണത്തിലേക്ക് ഒന്നും ഗവൺമെന്റും പോയിട്ടില്ല, മുഖ്യമന്ത്രിയും പോയിട്ടില്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റിനെ ദോഷമായി ബാധിക്കുന്ന ഒരു ചർച്ചയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഉം. കുഞ്ഞാലിക്കുട്ടി ചില പടങ്ങൾ പുറത്തുവിട്ടു, ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന പ്രോജക്റ്റാണ്. പ്രതിപക്ഷം മുൻ മന്ത്രി പി രാജീവ് അതിനെ വിടാതെ പിന്തുടർന്നു. അപ്പൊ ഇവിടെയൊക്കെ അവിടെ നമ്മൾ കാണുന്നത് ഇപ്പം സ്വാഭാവികമാണ്, പ്രതിപക്ഷമാകുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യും. പക്ഷെ പ്രതിപക്ഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാലം മാറുകയാണ്, ഉം. ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഉം. അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ അറ്റാക്കിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു മനസ്സിലായില്ലേ? വിഭാഗം ആ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് ഞാൻ പറയുന്നു, പോരായ്മയല്ല, ഉം. അത് പിന്നെ മുഖ്യമന്ത്രി പാലിക്കേണ്ട ചില രീതികൾ എന്ന് പറയുന്നത്, ഇപ്പൊ പത്രസമ്മേളനത്തിന് ഇമോഷണൽ ആവും. അതെ. മനസ്സിലായില്ലേ? അത് ഒരു പക്ഷെ രണ്ട് രീതിയിൽ തന്നെ കാണാം. ഒന്ന്, അദ്ദേഹത്തിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവം കാണിക്കും, ഇമോഷണൽ ആയിട്ടുള്ള. ഉം. ഈ പറഞ്ഞതുപോലെ ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ച് മാപ്പി ചോദിക്കുന്നു ക്ഷണി, അങ്ങനെയൊക്കെ നമ്മള് ഒരു മുഖ്യമന്ത്രി നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണെങ്കിൽ പോലും അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഈ അമിത വികാര പ്രകടനങ്ങൾ ഉം. പലപ്പോഴും ഒഴിവാക്കണം. കാര്യം ഈ മുഖ്യമന്ത്രിയെ ജനം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്, കുട്ടികൾ ശ്രദ്ധിക്കുന്നു, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ആർക്കിടെക്ചർ അറിയാതെ പുറത്തേക്ക് പോകും. ഉം. അപ്പൊ ഒരു മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സാധാരണ ജനങ്ങളും കൊച്ചുകുട്ടികളും ഒക്കെ ഒരു ഭയങ്കര റോൾ മോഡലിനെ കാണുന്നുണ്ട്, അറിയാതെ തന്നെ. മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിലെ ഇപ്പം പിന്നെ ഞാൻ എത്ര ബോറനാണെങ്കിലും എന്റെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അച്ഛൻ എന്നുള്ള ഒരു സങ്കല്പം അവിടെ വരുമല്ലോ, അല്ലെ? ഉം. ഞാൻ എത്ര ബോറത്തരം കാണിച്ചു കഴിഞ്ഞാലും അച്ഛൻ എന്നുള്ളൊരു ആ ഒരു സമീപനം അവിടെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ ആ ഒരു പൊസിഷൻ അവിടെ വി.ഡി. സതീശനല്ല പ്രധാനം. ആ അതെ. പൊസിഷൻ എന്ന് പറയുന്നത് പ്രധാനമാണ്. അവിടെ വന്നിരുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാം, ഇന്നതാണ് സംഗതി. അവിടെ വൈകാരികതയിലേക്ക് വീഴും. അത് വി.ഡി. സതീശൻ ഈ പറഞ്ഞതുപോലെ കൈവിട്ടു പോയി. അത് കൈവിട്ടു പോകുന്നതിനേക്കാൾ ഉപരി അതിനെ സ്വയം തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കേണ്ട സംഗതിയാണ്. ഉം. കാര്യം വൈകാരികതയ്ക്ക് അവിടെ സ്ഥാനമില്ല. അവിടെ വസ്തുതകൾ നിരത്തുക എന്നുള്ളതിന് മാത്രമേ ഒരു പ്രസക്തിയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അത് ഇപ്പം ഹെലികോപ്റ്റർ പോയി, ഹെലികോപ്റ്റർ എടുത്ത് പോകേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകണം, മുഖ്യമന്ത്രിയാണ്. നാളെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ഇൻവെസ്റ്റേഴ്സ് വളരെ ഒരു സ്വകാര്യത സൂക്ഷിക്കണമെന്ന് ഇൻവെസ്റ്റേഴ്സ് പറയുന്നു. ഇപ്പം തമിഴ്നാട്ടിലും പോയി, ഇവിടെയും വന്നു. അപ്പൊ ഞങ്ങളുടെ സ്വകാര്യത സൂക്ഷിക്കണം എന്ന് ഗവൺമെന്റ് എടുത്ത് ആവശ്യപ്പെടുന്നു, വേണ്ടിവരും, അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് തോന്നുകയാണ് എനിക്ക് ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, പോകണം. കാരണം അത് അവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാലോ, അതല്ലെങ്കിൽ ഇപ്പൊ ഭാര്യയുടെ പിന്നെ ഭർത്താവ് ആശുപത്രി കിടക്കുകയാണെങ്കിൽ കയറി കണ്ടതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കണ്ടതുകൊണ്ടോ ദോഷമുള്ള സംഗതിയല്ല. കാര്യം 24 മണിക്കൂറും നമ്മളുടെ സ്റ്റേറ്റിന്റെ സർവീസിലുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതേസമയം അദ്ദേഹം വ്യക്തിയുമാണ്. അദ്ദേഹം ഹസ്ബൻഡാണ്, അച്ഛനാണ്, സഹോദരനാണ്, മരുമകനാണ്, ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാവും. വ്യക്തി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അതിൻ്റെതായ ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇപ്പം ഭക്ഷണം കഴിക്കാൻ അവിടെ പോയി, അവിടെ അദ്ദേഹത്തിന് അത് വളരെ ശരിയാണെന്ന് തോന്നണമെങ്കിൽ ആ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ക്ഷമ എന്ന് പറയുന്നതൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, വളരെ വൈകാരികമായി പെരുമാറുന്ന ഗൃഹാന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഈ സീരിയലിലൊക്കെ ഈ അമ്മായിയമ്മ മരുമകൾ പോരാട്ടമൊക്കെ കാണിക്കുന്ന സ്ഥിരം നമ്മുടെ ഈ തട്ടുപൊളിപ്പൻ സീരിയലുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കാണാറില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പൊ അതിനകത്തൊക്കെ ഉള്ള ഒരു വൈകാരികതയിലേക്ക് വീഴാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം അതല്ല എങ്കിൽ അതൊരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ ഒരു മുദ്രയായി മാറും. കാര്യം എന്ത് പറഞ്ഞാലും വൈകാരികമായി നേരിടുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് സംസാരിക്കുക.
അത് അദ്ദേഹം തിരിച്ചറിയേണ്ട സംഗതിയാണ്. കാര്യം അതൊരു നമ്മുടെ പൊതു സ്വഭാവത്തെ, സൊസൈറ്റിയിലെ സ്വഭാവത്തെ ഒരു അതിവൈകാരികതയിലേക്ക് കൊണ്ടുപോകും സാർ. ഈ അതിവൈകാരികതകളാണ് ഈ പറഞ്ഞതുപോലെ പൊട്ടിത്തെറികളിലേക്ക് പോകുന്നത്. ഉം, മനസ്സിലായില്ലേ? ഉം. അപ്പൊ അതൊരു സാംസ്കാരികമായ ഒരു വശമാണ്. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ പോലും ചില സംഗതികൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് പൊതുവായ സ്ഥലത്ത് ആവശ്യമാണ്. ഇപ്പൊ ഒരു പൊതുവേദിയിൽ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ആ പൊതുവേദിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതിന് അതിനൊരു രീതിയുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. അപ്പൊ എല്ലാ സ്ഥാനങ്ങൾക്കും അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്. അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അദ്ദേഹം പത്രസമ്മേളനത്തിൽ അദ്ദേഹം മറുപടികളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു ഡിബേറ്റിംഗിന്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു അതിവൈകാരികതയിലേക്ക് അദ്ദേഹം വഴുതി വീഴും. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട തന്നെ സംഗതിയാണ്. അതാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുരിശായിട്ട് ശ്രീ വി ഡി സതീശൻ ക്ഷണിച്ചു വരുന്നത്.